പല പ്രണയബന്ധങ്ങളും പല ദാമ്പത്യ ബന്ധങ്ങളും പൊളിയുന്നതിൻ്റെ തകരുന്നതിൻ്റെ ബ്രേക്കപ്പ് ആവുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവിടെ സ്നേഹമില്ലാത്തത് കൊണ്ടോ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള റിലേഷൻ നിലനിൽക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ വേണമോ അതൊന്നും ഇല്ലാത്തത് കൊണ്ടല്ല. മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഫിനാൻസാണ്, പണമാണ്. പണത്തിൻ്റെ പ്രശ്നത്തിൽ പണം കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ പണം ഇല്ലാത്തത് കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്സിൻ്റെ പ്രശ്നം കൊണ്ടാണ് പലപ്പോഴും പല ബന്ധങ്ങളും വേർപെട്ടു പോകുന്നത്, നശിച്ചു പോകുന്നത്, ബ്രേക്കപ്പ് ആവുന്നത്. ഇന്ന് ഈ വീഡിയോയിൽ 8 റൂൾസ് പറയുന്നുണ്ട്. ഈ 8 റൂൾസ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ റിലേഷൻഷിപ്പ് ആണെങ്കിലും ശരി, നിങ്ങളുടെ ഫിനാൻഷ്യൽ ലൈഫ് ആണെങ്കിലും ശരി, പീസ് ഓഫ് മൈൻഡ് അവിടെ ഗ്യാരണ്ടിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഫിനാൻഷ്യൽ സ്ട്രെസ്സ് അനുഭവിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ പല ഫാമിലി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയണത് ഏതെങ്കിലും ഒരു പാർട്ട്ണറായിരിക്കും അവിടെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കുക. ഒന്നല്ലെങ്കിൽ ആണായിരിക്കാം, അതല്ലെങ്കിൽ പെണ്ണായിരിക്കാം, അതായത് ഹസ്ബൻഡ് ആയിരിക്കും അല്ലെങ്കിൽ വൈഫായിരിക്കാം. പക്ഷേ ഇതിൽ ഒരാളായിരിക്കും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. പുറമേ നിന്നുള്ള ആളുകൾക്ക് ചിലപ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാകണം എന്നില്ലെങ്കിൽ പോലും ഒരാളായിരിക്കും ഇൻറ്റേർണലി കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരിക്കുക. ഈ ലൈഫിൻ്റെ എല്ലാ ഏരിയയിലുള്ള ടെൻഷൻ, പ്രഷർ, ഫിനാൻഷ്യൽ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ അവിടെ സമ്മാനം കൊടുക്കണമെങ്കിൽ, ഗോൾഡ് കൊടുക്കണമെങ്കിൽ പോലും ഏതെങ്കിലും ഒരു പാർട്ട്ണറായിരിക്കും കൂടുതൽ കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ടായിരിക്കുക. അപ്പോൾ മൊത്തത്തിൽ ഫിനാൻസിൻ്റെ ഒരു കാര്യം ഒന്നില്ലെങ്കിൽ പെണ്ണ് അല്ലെങ്കിൽ ആണ്, ഒന്നുകില്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, ആരാണോ കൂടുതൽ സമ്പാദിക്കുന്നത് ആ ആളുടെ തലയിലായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ആ ആൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രശ്നമുണ്ട്. കാരണം ഈ കൂടെ നിൽക്കുന്ന പാർട്ട്ണർക്ക് പലപ്പോഴും കാര്യങ്ങൾ അറിയണില്ല. അതായത് എന്താണ് നടക്കുന്നത്, കയ്യിലുണ്ടോ ഇല്ലയോ, അതായത് കടമുണ്ടോ, വരുമാനം എത്രയാണ്, ചിലവ് എത്രയാണ്, എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഒരു പിടിയില്ല. കാര്യങ്ങൾ പറയണ സമയത്ത് കാര്യങ്ങൾ നടക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇതെങ്ങനെ അറേഞ്ച് ചെയ്യുന്നു, ഇല്ലാത്ത പണം ഇത് എവിടെ നിന്ന് ഉണ്ടാക്കുന്നു, നല്ല രീതിയിലാണോ അത് ചിലവഴിക്കുന്നത്, ഓവർ എക്സ്പെൻഡിച്ചർ ആണോ നടന്നുകൊണ്ടിരിക്കുന്നത്, ഒരു ഐഡിയ ഉണ്ടായിരിക്കണം എന്നില്ല ഈ കൂടെ നിൽക്കുന്ന പാർട്ട്ണർക്ക്. അപ്പോൾ അങ്ങനെ ആകരുത് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അതായത് വീടിനകത്തുള്ള വരവാണെങ്കിലും ചിലവാണെങ്കിലും കടമാണെങ്കിലും ശരി, എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന 2 പാർട്ട്നേഴ്സും ഇരുന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്യണം. അതായത് അവിടെ ഒരു നമ്മളൊരു കാര്യം രഹസ്യമാക്കി ഉള്ളിൽ വെക്കുമ്പോഴുള്ള ഒരു കുഴപ്പം എന്താണെന്നറിയോ? അവിടെ ട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടാകത്തില്ല. അതായത് ഓപ്പൺ ആയിട്ടിരിക്കുമ്പോൾ, ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്നതാണ് ഈ പറയുന്ന ട്രസ്റ്റ്, വിശ്വാസം എന്ന് പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഉള്ളിൽ വെച്ച് പെരുമാറുന്ന സമയത്ത് ഈ ട്രസ്റ്റ് ബിൽഡാവില്ല, ഒരിക്കലും അത് വളരാൻ പോകുന്നില്ല. സോ ഉള്ളു തുറന്ന് സംസാരിക്കുക. വരവ്, ചെലവ്, കടങ്ങൾ, എല്ലാ കാര്യങ്ങളും ഫിനാൻഷ്യൽ ആയിട്ട് ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, അത് ഭാര്യയാണെങ്കിലും ശരി, ഭർത്താവാണെങ്കിലും ശരി, ഇനിയിപ്പോൾ ലവേഴ്സ് ആണെങ്കിലും ശരി, ലിവിങ് ടുഗെദർ ആണെങ്കിലും ശരി, സംസാരിച്ചിരിക്കണം. 2 പാർട്ട്ണറും ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ പരസ്പരം പറയാതിരിക്കുന്ന സമയത്ത് അവിടെ ട്രസ്റ്റ് ഉണ്ടാകില്ല, ഉള്ള ട്രസ്റ്റ് നശിച്ചു പോവുകയുള്ളൂ. ഉള്ള കാര്യം സത്യം പറയുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതമെങ്കിലും രക്ഷപ്പെടും. രണ്ടാമത്തെ ഒരു റൂൾ എന്ന് പറയുന്നത് എല്ലാ ആഴ്ചയിലും നമുക്ക് ഈ പറയുന്ന സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള ഒരു ദിവസം നിങ്ങൾ തയ്യാറാക്കണം, റെഡിയാക്കി വെക്കണം. അതിപ്പോൾ ശനിയാഴ്ച ആയിരിക്കാം, ഞായറാഴ്ച ആയിരിക്കാം, 2 പേർക്കും ലീവുള്ള ദിവസമായിരിക്കാം, അതല്ലെങ്കിൽ നൈറ്റിൽ വന്നിട്ടുള്ള ഒരു നേരത്തായിരിക്കാം. അന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്, കൂടുതൽ ചിലവുണ്ടായിട്ടുണ്ടോ, കൂടുതൽ നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ടോ, എവിടെയാണ് നമുക്ക് കുറച്ച് പണം ലീക്കായത്, പെട്ടെന്ന് നമ്മൾ എക്സ്പെക്റ്റഡ് അല്ലാതെ നടന്ന കുറേ ചിലവുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് EMIയുടെ ഭാഗത്ത് നമുക്ക് പൈസ പോയിട്ടുള്ളത്, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും. നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു ആവശ്യം വന്നു, ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു, നമ്മൾ പുറത്തു പോയി, അല്ലെങ്കിൽ ഒരു വിവാഹ ചടങ്ങ് വന്നു, അവിടെ നമ്മൾ സമ്മാനം കൊടുത്തു, അങ്ങനെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ വരുന്ന കുറേ കാര്യങ്ങളുണ്ട്, ശ്രദ്ധിച്ചിട്ട് വരുന്ന കാര്യങ്ങളുണ്ട്. രണ്ടാണെങ്കിലും ശരി, ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ആ ഒരാഴ്ചത്തെ നിങ്ങളുടെ എക്സ്പെൻസ്, അതായത് ലാസ്റ്റ് 7 ഡേയ്സിൽ നിങ്ങളുടെ എക്സ്പെൻസുകൾ, വരവുകൾ, എല്ലാ കാര്യങ്ങളും ഒന്ന് ഡിസ്കസ് ചെയ്യണം. ഡിസ്കസ് ചെയ്യാനായിട്ട് ഒരു ദിവസം, അന്ന് അത് 1 മണിക്കൂറോ അരമണിക്കൂറോ നിങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ പലപ്പോഴും. അപ്പോൾ ചെറിയ സക്സസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, ആസ്വദിച്ച് നിങ്ങൾക്ക് ചിലവഴിക്കാൻ പറ്റും. കാരണം പരസ്പരം നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടാണ് അവിടെ കാര്യങ്ങൾ നടത്തുന്നത്. മറ്റത് അങ്ങനെയല്ല. ഏതെങ്കിലും ഒരാൾ, ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, ആരാണോ കൂടുതൽ ഏൺ ചെയ്യുന്നത് അവർ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കും. അവർ പറയുന്നതാണ് ആ ഫാമിലിയുടെ റൂൾസ്, അവർ പറയണ പോലെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ചെലവ് നടത്തുന്ന സമയത്ത് ഇപ്പോൾ ഭാര്യയാണെങ്കിലും ശരി, ഭർത്താവാണെങ്കിലും ശരി, അല്ലെങ്കിൽ ആണാണെങ്കിലും ശരി, പെണ്ണാണെങ്കിലും ശരി,
ഇവിടെ കോമഡി എന്താ ചോദിക്കുകയാണെങ്കിൽ, ഒരാൾ ചിലപ്പോൾ മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞിട്ടായിരിക്കണം എന്നില്ല, പലപ്പോഴും പല ചിലവും ഈ ഒരാഴ്ച നടത്തിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അവിടെ ഒരു കുറ്റപ്പെടുത്തലോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അതായത് ബ്ലെയിം ചെയ്യുന്ന ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ പോകാതെ എന്തിനൊക്കെയാണ് ചിലവാക്കിയത്, എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളത് ഡിസ്കസ് മാത്രം ചെയ്യേണ്ടുന്ന ഒരു സ്ഥലമാണ്, ഒരു മൊമെൻ്റാണ് ഈ പറയുന്ന ടൈം. അതിനകത്ത് ക്രിട്ടിസൈസ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. പറയുക, സംസാരിക്കുക, എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അത് മാത്രമായിരിക്കണം. അതായത് ചിലവ് കൂടുതൽ ഒരാൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അടുത്ത ആഴ്ചയെങ്കിലും ആ ചിലവ് നമുക്ക് കൺട്രോൾ ചെയ്തേ പറ്റൂ എന്നുള്ള ലെവലിലേക്ക്, അതായത് നമ്മൾ കുറ്റപ്പെടുത്താനായിട്ടല്ല ആ സമയം കണ്ടെത്തുന്നത്, പകരം അടുത്ത ആഴ്ച എങ്ങനെ അത് നന്നാക്കി എടുക്കാം, കൂടുതൽ എക്സ്പെൻസ് വരാത്ത രീതിയിൽ എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്തു പോകാം, ഒരു നല്ല ഹാബിറ്റ് എങ്ങനെ ബിൽഡ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുന്നത്. പലപ്പോഴും പല കാര്യങ്ങളും തുറന്ന് സംസാരിക്കാതെ ഇരുന്നത് കൊണ്ടാണ് മണി ഫൈറ്റുകൾ, പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള യുദ്ധങ്ങൾ, അടിപിടി, കച്ചറകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഒരാൾ പറയുകയാണ്, എനിക്ക് ഇന്ന ആളുടെ ഒരു ഫംഗ്ഷന് പോകണം, എനിക്കതിനൊരു സമ്മാനം കൊടുക്കണം, മിനിമം ഒരു 5000 രൂപയെങ്കിലും കൊടുക്കണം, അല്ലെങ്കിൽ 5000 രൂപയുടെ വെർത്തുള്ള ഒരു ഗിഫ്റ്റെങ്കിലും കൊടുക്കണം, കാരണം നമ്മൾക്ക് ഒരു പരിപാടി വന്ന സമയത്ത് അവർ ഇതുപോലെ നമുക്ക് തന്നിരുന്നു, സോ ഇത് തിരിച്ചു കൊടുക്കേണ്ടതാണ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മറ്റേ പാർട്ട്ണറുടെ കയ്യിൽ ചിലപ്പോൾ പണം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ആ പാർട്ട്ണർ കിടന്ന് തത്തക പിത്തക ആകുന്ന സമയത്താണ് പ്രശ്നങ്ങളൊക്കെ ആരംഭിക്കുന്നത്. സോ ഉള്ള കാര്യം തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ, എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ പൈസ ഇല്ല, അത് തുറന്ന് സംസാരിക്കുന്ന, വളരെ ഓപ്പണായിട്ട് ഫിനാൻസ് മാനേജ് ചെയ്യുന്ന ഒരു ഫാമിലിക്കകത്ത് അല്ലെങ്കിൽ ഒരു പാർട്ട്നേഴ്സിൻ്റെ നടുവിൽ മാത്രമാണ് ഇത് പോസിബിൾ ആവുള്ളൂ. ഇത് തുറന്ന് സംസാരിക്കാത്ത ഇടത്ത് ഇത് തെറ്റിദ്ധാരണ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓ, പൈസ എടുത്ത് വെച്ചിട്ട് തരാത്തതാ എന്നായിരിക്കും. കാരണം എന്താണ്, മറ്റേ പാർട്ട്ണറുടെ അടുത്ത് ഉള്ള കാര്യം ഇതുവരെ തുറന്ന് സംസാരിച്ചിട്ടില്ല, ആ പാർട്ട്ണർക്ക് കാര്യം അറിയത്തില്ല. അപ്പോൾ ആ പാർട്ട്ണർ എന്താ ചിന്തിക്കുന്നത്, എന്നെ മറച്ചു വെച്ച് എന്തൊക്കെയൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇപ്പം ഞാൻ ഒരു കാര്യത്തിന് ചോദിക്കുമ്പോൾ പൈസ ഇല്ല. എങ്ങനെയുണ്ട്? പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ പാർട്ട്നേഴ്സ് തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, ബർത്ത്ഡേക്കാണെങ്കിലും ആനിവേഴ്സറിക്കാണെങ്കിലും ചെയ്യുന്നൊരു പരിപാടി വില കൂടിയ ഗിഫ്റ്റുകളൊക്കെ വാങ്ങിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും സിനിമയിലൊക്കെ ഈ പറയുന്ന ഡയമണ്ട് മോതിരൊക്കെ വാങ്ങിച്ചിട്ട് കൊടുക്കുന്നു, ഡയമണ്ട് നെക്ലസ്. ജേക്കബിൻ്റെ സ്വർഗരാജ്യം എന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ രഞ്ജി പണിക്കർ സ്വന്തം ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുക്കുന്ന ഒരു നെക്ലസിൻ്റെ വില പറയുന്നുണ്ട്, ഭയങ്കര കോസ്റ്റ്ലി ആണെന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം 25th ആനിവേഴ്സറിക്ക് വേണ്ടി വാങ്ങിക്കൊടുക്കാൻ, അന്നേക്ക് സമർപ്പിക്കാനുള്ള ഒരു ഗിഫ്റ്റ് ഈ പറയുന്ന നമ്മുടെ നിവിൻ പോളിയുമായിട്ട് പോയി വാങ്ങുന്നൊരു സീനുണ്ട്. നിങ്ങളത് ഓർക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും പല സെലിബ്രേഷൻസും നമ്മുടെ കാഴ്ചപ്പാടിൽ സ്പെൻഡ് ചെയ്ത് എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച് അത് മാസീവായിട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് പലപ്പോഴും പല ആൾക്കാരും ചിന്തിക്കുന്നത്. സോ അങ്ങനെ തന്നെ വേണം എന്നില്ല. അതായത് റിയൽ സ്നേഹം എന്ന് പറയുന്നത് ഈ പ്രൈസ് ടാഗിൻ്റെ മുകളിൽ നിൽക്കുന്നൊരു മുതലല്ല. അതായത് ഇത്ര രൂപയ്ക്ക് ഒരു സാരി വാങ്ങിക്കൊടുത്തെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും രൂപയുടെ ഒരു ലിനൻ ഷർട്ട് വാങ്ങിക്കൊടുത്തെങ്കിൽ മാത്രമേ ഈ പറയുന്ന സ്നേഹം അല്ലെങ്കിൽ ഈ പറയുന്ന പ്രണയം ഇതൊക്കെ ഉള്ളൂ അതൊരു എന്ത് കോൺസെപ്റ്റാണെന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങൾക്ക് പൈസ കൊടുത്തൊരു സാധനം വാങ്ങിക്കാൻ കഴിവില്ലെങ്കിൽ, ആ കഴിവില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, നിങ്ങൾക്ക് സ്നേഹം ഇല്ലെന്നുള്ളതാണോ നിങ്ങളുടെ പാർട്ട്ണർ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ നിങ്ങൾക്ക് പൈസ ഇല്ലെന്നുള്ളതാണോ മനസ്സിലാക്കേണ്ടത്? പലപ്പോഴും നമ്മുടെ ഒരു ഇന്ത്യൻ കൾച്ചറിൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമാണ്. അത് ഭർത്താവാണെങ്കിലും ശരി, ഭാര്യയാണെങ്കിലും ശരി, ലവേഴ്സ് ആണെങ്കിലും ശരി, അങ്ങോട്ടും ഇങ്ങോട്ടും ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി, ഇഷ്ടം പിടിച്ച് പറ്റാൻ വേണ്ടി, എന്നെ വിട്ടു പോകാതിരിക്കാൻ വേണ്ടി പല 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 ന്യായങ്ങളൊക്കെയാണ് ഉള്ളിലുണ്ടായിരിക്കുക. സോ ഇതൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് വില പിടിപ്പുള്ള എന്തെങ്കിലും സാധനം വാങ്ങിച്ചു കൊടുക്കും. സോ എൻ്റെ കൂടെ എൻ്റെ പാർട്ട്ണർ എപ്പോഴും ഉണ്ടാകും എന്നാണ് അവർ ചിന്തിക്കുന്നത്. ആണോ? നിങ്ങൾ ഗൾഫിൽ ജോലി ചെയ്യുന്ന, ഞാൻ ആക്ഷേപിച്ച് പറയല്ല, ഗൾഫിൽ ജോലി ചെയ്യുന്ന പല പാർട്ട്നേഴ്സിൻ്റെയും നാട്ടിലുള്ള പാർട്ട്നേഴ്സ് പലപ്പോഴും പല ആൾക്കാരുടെ കൂടെ പ്രണയമായിട്ടും മറ്റതായിട്ടും മറിച്ചതായിട്ടും പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ വിദേശത്ത് നിൽക്കുന്ന പാർട്ട്ണർ ഒന്നും കൊടുക്കാഞ്ഞിട്ടാണോ? അല്ലല്ലോ. അവർ നല്ല രീതിയിൽ ചിലവാക്കുന്നുണ്ട്, നല്ല രീതിയിൽ തൻ്റെ പാർട്ട്ണർക്ക്, നാട്ടിലുള്ള പാർട്ട്ണർക്ക് വേണ്ടി പലതും അയച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും, വിലപിടിപ്പുള്ള ഗിഫ്റ്റുകൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും, കാറ്, വീട്, പലതും കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ലാസ്റ്റ് എന്തേ വിട്ടുപോയേ? സോ സ്നേഹം എന്ന് പറയുന്നത് ഒരു പ്രൈസ് ടാഗ് ഒട്ടിച്ചിട്ടുള്ളൊരു മുതലാക്കണമെന്നേ ഇല്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അത് അതിൻ്റെയും അപ്പുറത്താണ്. അതിന് ചിലപ്പോൾ നിങ്ങളൊന്നും ചിലവാക്കണം എന്ന് പോലും ഇല്ല. സ്നേഹം അത് വേറെ രീതിയിലാണ് പ്രകടിപ്പിക്കേണ്ടത്. അതെങ്ങനെ പ്രകടിപ്പിക്കണം എന്നുള്ളതൊക്കെ ഞാനൊരു കോഴ്സ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കയറിയാൽ കാണാൻ പറ്റും. ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്യുക. ബന്ധങ്ങളിൽ നിങ്ങൾ ഒറ്റപ്പെട്ടോ? തെറ്റിദ്ധാരണകൾ കൊണ്ട് നിങ്ങൾ മടുത്തോ?
യഥാർത്ഥ സ്നേഹം കണ്ടെത്താൻ നിങ്ങൾ ബുദ്ധിമുട്ടുകയാണോ? പുറമേ കാണുന്ന പുറംമോടികളിൽ നിന്നെല്ലാം മാറി യഥാർത്ഥമായിട്ടുള്ള റിയൽ സ്നേഹം അത് കണ്ടെത്താൻ നിങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്തരമൊരു സ്നേഹബന്ധം ഉണ്ടാക്കിയെടുക്കാൻ, യാഥാർത്ഥ്യമാക്കാൻ പറ്റുമെങ്കിലോ? റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് സീക്രട്സ് ഈ കോഴ്സ് നിങ്ങൾക്കുള്ളതാണ്. സത്യസന്ധമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ, ആശയവിനിമയത്തിലൂടെ ആഴമുള്ളൊരു ബന്ധം കെട്ടിപ്പടുക്കാനുള്ള ടിപ്സ്, ട്രിക്കുകൾ, പ്രായോഗിക തന്ത്രങ്ങൾ എല്ലാം ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. ഈ കോഴ്സ് ലൈഫ് ടൈം ആക്സസോട് കൂടിയിട്ടാണ് വരുന്നത്. മാത്രമല്ല 100% റീഫണ്ട് പോളിസിയും നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുന്നു. മാത്രമല്ല 6 മാസത്തിലൊരിക്കൽ ഈ കോഴ്സ് അപ്ഗ്രേഡ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് ആബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. ഇനിയെങ്കിലും നിങ്ങൾ ഈ പഴയ തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് നിർത്തിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ യഥാർത്ഥ സ്നേഹം നമുക്ക് കണ്ടുപിടിക്കാൻ പഠിക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ കോഴ്സിൻ്റെ ലിങ്ക്, ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ എൻറോൾ ചെയ്യൂ. നമുക്ക് കോഴ്സിനകത്ത് വെച്ച് കാണാം. പറഞ്ഞു വരുന്നത്, ഈ പണമാണ് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള വഴി എന്ന് നിങ്ങൾ മനസ്സിൽ ധരിച്ചുകൊണ്ട് സ്നേഹം കാണിക്കാൻ വേണ്ടി നിങ്ങൾ പാപ്പരാവരുത്. എനിക്കത്രേ പറയാനുള്ളൂ. എനിക്ക് നിങ്ങളുടെ അടുത്ത് ചോദിക്കാനുള്ളൊരു ചോദ്യം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഈ പാർട്ട്ണറെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പൈസ ചിലവാക്കിയിട്ടുണ്ടോ? അതായത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടോ? എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ നിങ്ങളുടെ ലൈഫിൽ? ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടോ. എന്തായിരുന്നു ആ ഗിഫ്റ്റ് എന്നൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും പാർട്ട്ണർ ചെയ്യേണ്ട, അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ചെയ്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തെങ്കിലും ഒരു വലിയ കാര്യങ്ങൾ നടക്കാൻ പോവുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു വീട് വാങ്ങുന്ന കാര്യമായിരിക്കാം, ഫ്യൂച്ചറിൽ നമുക്കിപ്പോൾ വേറെ നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അവിടെ മൈഗ്രേറ്റ് ചെയ്ത് അവിടെ ജീവിക്കാം എന്നുള്ളതായിരിക്കാം, വേറെ സ്റ്റേറ്റ് ആയിരിക്കാം, വേറെ കൺട്രി ആയിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ജീവിതത്തിൽ എന്തെല്ലാം ഒരു വലിയ കാര്യം നടക്കാൻ പോകുന്നുണ്ടോ, ഒരു കല്യാണമായിരിക്കാം, ട്രാവലായിരിക്കാം, എന്താണെങ്കിലും ശരി, ഇത് പരസ്പരം സംസാരിക്കണം എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് വേണം അത് പ്ലാൻ ചെയ്യാൻ, ആ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ. അതായത് ഒരാൾ മാത്രമായിരിക്കണം എന്നില്ല ഈ ഒരു ഗോൾ സെറ്റ് ചെയ്യേണ്ടത്. 2 പേരും കൂടി ഇരുന്ന് സെറ്റ് ചെയ്യുമ്പോൾ ഗുണം എന്താ ചോദിക്കുകയാണെങ്കിൽ, ഈ സാധനത്തിന് ഒരു ഡെഡ് ലൈൻ വെച്ചിട്ട് നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ തനിച്ച് നമ്മൾ ഈ പ്രഷർ എടുക്കുന്ന ഒരു പ്രശ്നം അവിടെ വരുന്നില്ല. കാരണം എന്താണ്, നമ്മുടെ കൂടെയുള്ള ഒരാളും ഉണ്ട് സപ്പോർട്ട് ചെയ്യാൻ. സോ മെൻ്റൽ സപ്പോർട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ. മറ്റേത് ആ ആൾ കുത്തുവാക്കായിരിക്കും നമുക്ക് എതിരെ തരുന്നുണ്ടായിരിക്കുക. എന്തായിരുന്നു അന്ന് പറഞ്ഞ സാധനം? നടക്കുമോ? നടക്കില്ലേ? എന്താ നടക്കാത്തേ? നിങ്ങളെ കൊണ്ട് പറ്റൂലേ? അതായത് പല രീതിയിലും നമ്മളെങ്ങനെ കുത്തിയിട്ടുള്ള സംഭവം മനസ്സിലാവുന്നുണ്ടോ? 2 പേരും കൂടി ഒരുമിച്ച് എടുത്തൊരു തീരുമാനമാണ്, ഒരുമിച്ച് എടുത്തൊരു ലക്ഷ്യമാണെങ്കിൽ 2 പേർക്കും അതിനകത്തൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്, അതിനകത്ത് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. സോ ഒരാൾക്ക് മറ്റൊരാളെ കുറ്റം പറയാൻ പറ്റില്ല. ഒരാൾക്ക് മറ്റൊരാളെ ഗൈഡ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും പിന്നെ ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അല്ലാതെ കുറ്റം പറയുക എന്നുള്ളത്, അങ്ങനെയാണെങ്കിൽ 2 പേരും ഇതിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യേണ്ട ഒരവസ്ഥയിലാണെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ ഒരാൾ ഇതിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് എന്നെ കൊണ്ട് പറ്റില്ല, ഇതൊന്നും നേടിയെടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ ഓക്കെ. പക്ഷേ 2 പേരും കൂടി ഒരുമിച്ച് എടുത്തൊരു തീരുമാനമായതുകൊണ്ടും 2 പേരുടെയും ലക്ഷ്യം അത് തന്നെ ആയതുകൊണ്ടും 2 പേർക്കും അങ്ങനെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? ഇപ്പോൾ 2 പേർക്കും വീട് വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ 2 പേരും കൂടി ഒരുമിച്ച് അതിനകത്തോട്ട് വർക്ക് ചെയ്തേ പറ്റുള്ളൂ. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 പേരും കൂടി ഒരുമിച്ച് ആയിരിക്കണം ജീവിതത്തിൽ എടുക്കുന്ന വലിയ 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 തീരുമാനങ്ങൾ. അത് തനിച്ചെടുക്കാൻ പാടില്ല. ഒരു പാർട്ട്ണറും തനിച്ചെടുക്കാൻ പാടില്ല. അതിനിപ്പോൾ പ്രണയമാണെങ്കിലും ശരി, ലിവിങ് ടുഗദർ ആണെങ്കിലും ശരി, ഫാമിലി ലൈഫ് മാരേജ് ലൈഫ് ആണെങ്കിലും ശരി, ഒന്നിനേക്കാൾ എന്തുകൊണ്ടും മികച്ചതാണ് 2, അല്ലേ? ഒന്നെന്ന് പറയുന്നത് നമുക്ക് സപ്പോർട്ടിന് ഒരാളുണ്ട് എന്ന് പറയാവുന്ന ഒരാൾ അപ്പുറത്തുണ്ട്. മറ്റേത് തനിച്ചിരിക്കുമ്പോഴത്തെ ഒരു അവസ്ഥ അലച്ച് നോക്കി എലോണാണ്, അല്ലേ? മറ്റേത് അങ്ങനെയല്ല, ഒരാളും കൂടി ഉണ്ട്, അപ്പുറത്തുണ്ട്. അതൊരു ധൈര്യമാണ്. അത് നമ്മുടെ ഫോക്കസ് കൂട്ടും, നമ്മുടെ ഈ യാത്രയുടെ സ്പീഡ് കൂട്ടും, അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടും. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ കമ്പൈൻ സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് പല കുട്ടികളും ഒരുമിച്ചിരുന്ന് പഠിക്കുന്നത്? എന്താ അവിടെ സംഭവിക്കുന്നത്? ഒറ്റയ്ക്കിരുന്ന് പഠിക്കാൻ അറിയാൻ പാടില്ല എന്നിട്ടാണോ? ഒറ്റയ്ക്കിരുന്നിട്ട് തന്നെയല്ലേ പലപ്പോഴും നമ്മൾ പഠിക്കേണ്ടത്, നമ്മുടെ തലയിൽ കയറ്റേണ്ടത് നമ്മുടെ പണിയല്ലേ പല കാര്യങ്ങളും. എന്നിട്ടും പരീക്ഷയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, അല്ലേ? PSC കോച്ചിങ്ങിനൊക്കെ കാണാം കമ്പൈൻ സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് ഒരു 5-8 പേരൊക്കെ ഒരുമിച്ചിരുന്ന് അങ്ങോട്ട് പഠിക്കുന്നതാണ് കണ്ടിന്യൂസ് ആയിട്ട്. അത് പ്രത്യേക വൈബാണ്. കാരണം എന്താണ്, ഒരാൾക്കൊരാൾ സപ്പോർട്ട് ഉണ്ട് ആ ഒരു ഏരിയയിലെങ്കിലും, ആ ഒരു തോന്നലാണ്. സോ പല ലക്ഷ്യങ്ങൾക്കും നിങ്ങൾ ഒരുമിച്ച് പ്ലാൻ ചെയ്യുമ്പോൾ ഒരാളെക്കാൾ മികച്ചത് ഒന്നിൽ കൂടുതൽ ആൾക്കാരാണ്. പ്രത്യേകിച്ചും ദാമ്പത്യം എന്നൊക്കെ പറയുമ്പോൾ അവിടെ 2 പേരും വേണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഓരോ കാര്യങ്ങൾക്ക് ഓരോരുത്തർ ചിലവഴിക്കാം എന്നുള്ള ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ കുട്ടികളുടെ ചിലവ് ആര് നോക്കും, അല്ലെങ്കിൽ ഫാമിലിയുടെ ചിലവ് ആര് നോക്കും, പാരൻസിൻ്റെ മരുന്നിൻ്റെ കാര്യങ്ങളെല്ലാം ആര് നോക്കും,
കറണ്ട് ബില്ല് ആരടയ്ക്കും? ഇപ്പോൾ 2 പേരും ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ 2 പേരും ഏൺ ചെയ്യുന്ന ഒരു ഫാമിലി ആണെങ്കിൽ, ഈ പറയുന്ന ഒരു ദാമ്പത്യ ജീവിതമാണെങ്കിൽ, അവിടെ ഈ പറയുന്ന പോലെ ആര് എന്തിനൊക്കെ പണം ചിലവാക്കും എന്നുള്ളതിനൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. ഇപ്പോൾ ഒരാൾ മാത്രമാണ് ഏൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്ലാരിറ്റി കൂടുതലുണ്ട്. കാരണം എന്താണ്, മറ്റേ പാർട്ട്ണർ തന്നെ ആയിരിക്കും ഇത് മൊത്തം എടുത്ത് തലയിൽ വെക്കാൻ പോകുന്നത്. പക്ഷെ അതല്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ട്. ഇന്നത്തെ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല, സിറ്റിയിലൊക്കെ ജീവിക്കുക, പ്രത്യേകിച്ച് ഇതുപോലുള്ള ചെന്നൈ പോലുള്ള സിറ്റിയിലൊക്കെ ജീവിക്കുന്ന സമയത്ത് അവിടെ ചിലവെന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിൽക്കുന്നൊരു പരിപാടിയല്ല. അവിടെ ഭാര്യയും ഭർത്താവും ചത്ത് പണിയെടുത്തെങ്കിൽ മാത്രമേ 2 പേരടങ്ങുന്ന, ഐ മീൻ 2 കുട്ടികളുള്ള ഒരു ഫാമിലീനെ, പ്രത്യേകിച്ച് പേരൻസും കൂടി ഉണ്ടെങ്കിൽ ഇത് റൺ ചെയ്യാൻ പറ്റുള്ളൂ. ഒരാളുടെ തലയിൽ വെക്കുകയാണെങ്കിൽ മാസീവായിട്ടുള്ള അല്ലെങ്കിൽ ഭീകരമായിട്ടുള്ള ഒരു സാലറി, ഒരു വരുമാനം, മന്ത്ലി ഇൻകം ആ ഒരാൾക്ക് ഉണ്ടായേ പറ്റൂ. അതല്ലെങ്കിൽ 2 പേരുടെയും കോൺട്രിബ്യൂഷൻ അവിടെ ആവശ്യമാണ്. ഇത്തരം സാഹചര്യത്തിൽ ആര് എന്തിനൊക്കെ ചിലവാക്കും എന്നുള്ളതിന് ഒരു ക്ലാരിറ്റി ആദ്യം തന്നെ വേണം. കറണ്ട് ബില്ല് നീ അടയ്ക്കും, വീട്ടിലെ മെയ്ഡിൻ്റെ അതായത് ജോലിക്കാരുടെ ശമ്പളം ഞാൻ കൊടുത്തോളാം, ഓരോന്നിനും ക്ലിയർ ആയിട്ട് ആര് എന്തൊക്കെ ചെയ്യും എന്നുള്ളതിന് ക്ലാരിറ്റി വേണം. അതായത് സൈലൻ്റ് ആയിട്ട് അത് അവൾ ചെയ്തോളും, അല്ലെങ്കിൽ അത് മൂപ്പര് ചെയ്തോളും. അതായത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇതിനകത്ത് ആര് ചെയ്യുമെന്നുള്ളതിന് ക്ലാരിറ്റി ഇല്ലെങ്കിൽ എന്തുണ്ടാവും, അത് ചെയ്തിട്ടുണ്ടായിരിക്കും. കറണ്ട് ബില്ല് അടച്ചിട്ടുണ്ടായിരിക്കും. ഫ്യൂസ് ഊരുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് കറണ്ട് ബില്ല് അടച്ചിട്ടില്ല എന്നുള്ള സത്യം. അപ്പോൾ പലപ്പോഴും പല കാര്യങ്ങൾക്കും ക്ലാരിറ്റി ഇല്ലെങ്കിൽ കുടുംബത്തിൽ അടിപിടി, ബഹളം, വഴക്ക് ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പറയുന്ന ഈ ഒരു 5ാമത്തെ റൂള് കൂടി കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടും. അതായത് ഫാമിലിയിൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കില്ല ആരെന്ത് ചെയ്യണം എന്നുള്ളതിന്. അതായത് റെസ്പോൺസിബിലിറ്റി, ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് ക്ലാരിറ്റി ആവശ്യമാണ്. ഇല്ലെങ്കിലാണ് ഈ വഴക്ക് അവിടെ തുടങ്ങുന്നത്. മനസമാധാനം വേണമോ, ആര് ഏതിനൊക്കെ പൈസ ചിലവാക്കുന്നുള്ളതിന് നിങ്ങൾക്കൊരു പ്രയർ ക്ലാരിറ്റി ഉണ്ടാവുന്നത് നല്ലതാണ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കടം വാങ്ങുന്ന കാര്യമാണ്. പലപ്പോഴും നമ്മൾ കടം വാങ്ങി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി, ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെ കാണിക്കാൻ വേണ്ടി, നമ്മുടെ നൈബേഴ്സിനെ കാണിക്കാൻ വേണ്ടി, നമ്മളെ സുഹൃത്തുക്കളെ കാണിക്കാൻ വേണ്ടി, റിലേറ്റീവ്സിനെ കാണിക്കാൻ വേണ്ടി കടമെടുക്കുന്ന പരിപാടി മലയാളികൾ ചെയ്യാറുള്ളത് തന്നെയാണ്. കാറില്ലെങ്കിൽ കാറ് വാങ്ങിയേ പറ്റൂ. ഒരു ജോലി അല്ലെങ്കിൽ അത്യാവശ്യം ഭേദപ്പെട്ട ഒരു വരുമാനം കിട്ടുന്നൊരവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞാൽ അടുത്ത ചോദ്യം, വീടുണ്ടെങ്കിൽ കാറ് വാങ്ങിയാലോ? വീടില്ലെങ്കിൽ ഫസ്റ്റ് വീടായിരിക്കാം ഒരു പക്ഷേ. സോ പറഞ്ഞു വരുന്നത് മനസ്സിലായോ? മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ, പ്രത്യേകിച്ച് ഇന്ത്യൻസിൻ്റെ ഒരു കാഴ്ചപ്പാട്, പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു കാഴ്ചപ്പാട്. മറ്റുള്ളവരെ നമ്മളെ കണ്ട് ആഹാ എന്നാ സോഫിസ്റ്റിക്കേറ്റഡ് ലൈഫാ, പൊളിയല്ലേ അവർ, ഇത് പറയിപ്പിക്കണം. ഇത് പറയുമ്പോൾ നമുക്കൊരു ഒരു വല്ലാത്തൊരു ഫീലാണ്. ഈ ഫീലിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ ഈ പണി കാണിക്കുന്നത്. കടം വാങ്ങുക മീൻസ് നിങ്ങളിപ്പോൾ EMI ഒരു കാർ എടുക്കുന്നുണ്ടെങ്കിൽ കടം വാങ്ങുന്നതാണ്. നിങ്ങളിപ്പോൾ ഒരു ഹോം ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ കടം വാങ്ങുന്നതാണ്. സോ ഇംപ്രസ് ചെയ്യാനായിട്ട് കടം വാങ്ങാൻ നിൽക്കരുത്. അത് പാർട്ട്ണറെ ഇംപ്രസ് ചെയ്യുന്നതാണെങ്കിലും ശരി, ബാക്കിയുള്ള നാട്ടുകാരെ ഇംപ്രസ് ചെയ്യുന്നതാണെങ്കിലും ശരി. അതായത് നിങ്ങളുടെ ആഘോഷങ്ങളിൽ എത്രത്തോളം സിമ്പിളാക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. നിങ്ങൾ ഈ കല്യാണത്തിനെ വാരിക്കോരി പൊട്ടിച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ, മറ്റേ യൂസഫ് അലി ആണെങ്കിലും ശരി, എത്ര വലിയ മഹാനാണെങ്കിലും ശരി, ഈ പറയുന്ന ആഘോഷങ്ങൾ ഇത്ര ഭീകരമാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതെന്തിനാണ്? ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർ അല്ലെങ്കിൽ നമ്മുടെ വെൽ വിഷേഴ്സ് നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന, നമുക്ക് വേണ്ടപ്പെട്ട ബിസിനസ്സൊക്കെ കൊണ്ടുതരുന്ന പല ആൾക്കാരെയും സുഖിപ്പിച്ച് നിർത്തുക എന്നുള്ളതൊക്കെ തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ മറ്റേ ശ്രീനിവാസൻ പറയുന്ന പോലെ ഒരു രക്തഹാരം അങ്ങോട്ട് ഒരു രക്തഹാരം ഇങ്ങോട്ട്, അത്രയും സിമ്പിളാക്കേണ്ട കാര്യമുള്ളൂ. ഇത് കോംപ്ലിക്കേറ്റഡ് ആക്കി. അംബാനിയുടെ മകൻ്റെ കല്യാണം കണ്ടില്ലേ, എന്താണ് 1000 കോടി എക്സ്പെൻസ്, എന്തും അതല്ല, ഒരു അൺലിമിറ്റഡ് എക്സ്പെൻസ് എന്നൊക്കെ പറയണ പോലെ അല്ല 1000 കോടിയൊക്കെ ഒരു കല്യാണ ചെലവ്. എവിടെയെങ്കിലും നമ്മളിതിന് മുമ്പ് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. എനിക്കൊക്കെ ഞെട്ടിപ്പോയ കാര്യമാണ്. എത്രങ്ങാനും ബിരിയാണി വാങ്ങി തിന്നാലേ ആ പൈസയ്ക്ക് എന്ന് പറയുന്ന പോലെയാണ്. എന്തപ്പോൾ ഇത് കഥ? അപ്പോൾ മാക്സിമം സിമ്പിളാക്കുക എന്നുള്ളതാണ്. സ്നേഹമാണെങ്കിലും ശരി, ബന്ധങ്ങളാണെങ്കിലും ശരി, മറ്റുള്ളവരെയോ നമ്മുടെ പാർട്ട്ണറെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ആകരുത്. അതിനുവേണ്ടി നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കടമെടുക്കുന്ന കാര്യം. പ്രത്യേകിച്ച് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ചെയ്യരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ ഇന്ന് കടം വാങ്ങിയാൽ നാളെ നിങ്ങൾ നരകിക്കും, കഷ്ടപ്പെടും, ദുഃഖിക്കും, നിങ്ങൾ അനുഭവിക്കും. ഈ വീഡിയോ കാണുന്നവരിൽ എത്ര പേര് ഇങ്ങനെ കടം വാങ്ങി അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ. ജീവിതത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും കുടുങ്ങിപ്പോയോ? കരിയറിലോ, ബന്ധങ്ങളിലോ, വ്യക്തിപരമായിട്ടുള്ള വളർച്ചയിലോ,
എവിടെയെങ്കിലും നിങ്ങൾക്കൊരു വഴികാട്ടിയെ ആവശ്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഒരു ഗൈഡ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന്. മുന്നോട്ട് പോകാൻ സത്യസന്ധമായിട്ടുള്ള ഒരു സംഭാഷണവും പ്രായോഗികമായിട്ടുള്ള ഒരു സപ്പോർട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? വെബ് ഗുരുവിൽ നിങ്ങളുടെ മനസ്സിലുള്ള പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കോഴ്സുകളുടെ രൂപത്തിൽ ഉണ്ട്. ഇത് വെറും തിയറി ബേസ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സല്ല, 100% പ്രാക്ടിക്കലാണ്. അതായത് പ്രാക്ടിക്കലി നമ്മൾ എന്ത് ചെയ്താൽ റിസൾട്ട് ഉണ്ടാകും എന്നുള്ളത് ഡയറക്റ്റായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കോഴ്സുകളാണ് ഇതിനകത്തുള്ളത്. ഈ കോഴ്സ് വരുന്നത് ലൈഫ് ടൈം ആക്സസോട് കൂടിയിട്ടാണ്. മാത്രവുമല്ല 100% റീഫണ്ട് പോളിസിയും ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി നൽകുന്നു. മാത്രവുമല്ല ഈ കോഴ്സുകളുടെയൊക്കെ അകത്ത് 6 മാസം കൂടുമ്പോൾ അപ്ഡേഷൻ വരുന്നുണ്ട്, അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അബ്സല്യൂട്ട്ലി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. ജീവിതത്തിലെ യഥാർത്ഥ മാറ്റത്തിന് നിങ്ങൾ തയ്യാറാണോ? ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഈ കോഴ്സിൻ്റെ ലിങ്കുകളും ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ചെക്കൗട്ട് ചെയ്യുക, എൻറോൾ ചെയ്യുക. കോഴ്സുകളുടെ അകത്ത് വെച്ച് നമുക്ക് കാണാം. പലപ്പോഴും നമ്മളിപ്പോൾ ദാമ്പത്യമാണെങ്കിലും കുടുംബജീവിതമാണെങ്കിലും വളരെ റയറായിട്ടാണ് നമ്മൾ കാണാറുള്ളത് ഈ ജോയിൻ്റ് അക്കൗണ്ടൊക്കെ ഉള്ളത്, അല്ലേ? അധികം ആൾക്കാർക്കും ജോയിൻ്റ് അക്കൗണ്ട് നമ്മൾ കണ്ടിട്ടില്ല. ഞങ്ങൾക്കുണ്ട് കേട്ടോ. അതിപ്പോൾ മഹത്തായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത് അങ്ങനെ കണക്കാക്കി പറയണതല്ല. പൊതുവേ ഞാൻ പറയുകയാണ്, ഈ ജോയിൻ്റ് അക്കൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ പല ആൾക്കാരും പറയുന്നത്, ഇപ്പോൾ ഒരു കാരണം നമ്മളിപ്പോൾ ഡിവോഴ്സ് ചെയ്ത് പോവുകയാണ്, ബ്രേക്കപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ പണത്തിൻ്റെ മുകളിലുള്ള രണ്ടുപേരുടെയും പവർ ഉണ്ട്. ഇത് സ്പ്ലിറ്റ് ചെയ്യുക, ഒരാൾ കൂടുതൽ സ്പെൻഡ് ചെയ്തു അല്ലെങ്കിൽ ഒരാൾ സംഭവം മനസ്സിലായോ? ഇത് പ്രശ്നമാണ്. മറ്റേത് അത് അങ്ങനെയല്ല. നമ്മളിപ്പോൾ രണ്ടുപേരും സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം അവിടെ വരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ടെൻഷൻ അല്ലെങ്കിൽ വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഉരസലുകൾ കൂടുതലുള്ള ഒരു പാർട്ട്നേഴ്സ് ആണെങ്കിൽ, ഒരു സെറ്റ് ഓഫ് പാർട്ട്നേഴ്സ് ആണെങ്കിൽ അവിടെ ഈ പറയുന്ന ഇൻഡിവിജ്വൽ അക്കൗണ്ട്സ് ആയിരിക്കും കൂടുതലും നല്ലതായിരിക്കുക. കാരണം ഇത് പേരിനായിരിക്കും ഈ പറയുന്ന ജോയിൻ്റ് അക്കൗണ്ടൊക്കെ, അതൊന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? ഒരാൾ കൂടുതൽ ചിലവാക്കേണ്ടി വരും, ഒരാൾ കുറച്ചായിരിക്കും ചിലവാക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ എങ്ങനെയെന്നുള്ളതിനൊരു ക്ലാരിറ്റി ഇല്ലാത്ത സ്ഥിതിക്കും ഇവരുടെ ജീവിതം എങ്ങനെയായിരിക്കും പോകുന്നുണ്ടാവുക. സോ രണ്ടുപേരും ഡിസ്കസ് ചെയ്തുകൊണ്ട് രണ്ടുപേർക്കും ഇൻഡിവിജ്വൽ അക്കൗണ്ട് പൊതുവേ ഉണ്ടായിരിക്കും. ഇനി ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ശരി, ഈ പറയുന്ന ജോയിൻ്റ് അക്കൗണ്ടാണ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇൻഡിവിജ്വൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ നേരെ ഓപ്പോസിറ്റാണ് പറയുക. ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങൂ, ആ ബന്ധം വളർത്തൂ, സ്ട്രോങ് ആക്കും, ആഴമുള്ളതാക്കും എന്നാണ് പലപ്പോഴും പറയുക. ഒന്ന് മാറ്റി ചിന്തിക്കണം. ചിലപ്പോഴെല്ലാം മാറ്റി ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ജോയിൻ്റ് അക്കൗണ്ടിലേക്ക് പോയി പെട്ടാൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വഴക്കുകളൊക്കെ കൂടാനാണ് ചാൻസ്. മാത്രമല്ല ഒരു ഡിവോഴ്സോ ഒരു ബ്രേക്കപ്പ് ഒക്കെ വരികയാണെങ്കിൽ ഈ പറയുന്ന സെപ്പറേറ്റ് അക്കൗണ്ടാണ് കൂടുതൽ അഭികാമ്യം, കൂടുതൽ സൗകര്യം. സോ ഡിസ്കസ് ചെയ്തുകൊണ്ട് രണ്ടുപേർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള അക്കൗണ്ട് എന്തിന് എക്സ്പെൻസൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലത് അതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ആശയം. എത്ര പേർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നുള്ളത് എനിക്കറിയില്ല. ജസ്റ്റ് കമൻറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം. പണത്തെക്കുറിച്ച് ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് കാഴ്ചപ്പാടായിരിക്കും. ഇപ്പോൾ ആണുങ്ങളാണെങ്കിലും ശരി, പെണ്ണുങ്ങളാണെങ്കിലും ശരി, ഭാര്യമാരാണെങ്കിലും ഭർത്താക്കന്മാരാണെങ്കിലും ഇവരുടെ ഫാമിലിയിൽ നിന്നും ഇവരുടെ സമൂഹത്തിൽ നിന്നും ഫ്രണ്ട്സിൻ്റെ സർക്കിളിൽ നിന്നല്ല ഇവർക്ക് കിട്ടിയ ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്, നോളജ് ഉണ്ട്. പണം ഇങ്ങനെ ചിലവഴിക്കണം, പണം ഇങ്ങനെ സമ്പാദിക്കണം, പണം ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, അങ്ങനെ പല കാര്യങ്ങൾക്കും കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അറിവ് ഇവർക്ക് ഈ സമൂഹം കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന അറിവ് ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെ റെലവൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന ഈ ഫിനാൻഷ്യൽ അറിവുകൾ, നോളജുകൾ ഇന്ന് ഫലവത്താകുന്നതാണോ, ഇന്ന് നടപ്പിലാക്കാൻ പറ്റുന്നതാണോ, അതോ കാലഹരണപ്പെട്ട തിയറികളാണോ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഉള്ളത് എന്നുള്ളത് ഒരു സെൽഫ് റിഫ്ലക്ഷൻ, നമ്മളൊന്ന് സെൽഫ് അനാലിസിസ് ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെ ഒന്ന് അനലൈസ് ചെയ്തെങ്കിൽ മാത്രമാണ് ഒരു ക്ലാരിറ്റി കിട്ടുക. പിന്നെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, നിങ്ങളുടെ പാരൻസ് പറഞ്ഞു തന്ന കുറേ കാര്യങ്ങളുണ്ടായിരിക്കും, ഫിനാൻഷ്യൽ അഡ്വൈസുകൾ ഉണ്ടായിരിക്കും, നല്ലതുണ്ടായിരിക്കും, ചീത്തതുണ്ടായിരിക്കും, പൊട്ടത്തരങ്ങളുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അത് തന്നെയാണോ ഫോളോ ചെയ്യുന്നത്? തെറ്റാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിട്ട് നിങ്ങളുടെ പാരൻസ് പറഞ്ഞു തന്നിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് ഇപ്പോഴും അത് തന്നെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് അനലൈസ് ചെയ്യണം. നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ റൂട്ട് കറക്റ്റാണോ അല്ലയോ എന്നുള്ളത്. കാരണം പലപ്പോഴും നമുക്ക് നാട്ടിൽ കിട്ടാൻ ഇല്ലാത്ത ഒരു സാധനമാണ് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ. ഇപ്പോൾ ഇഷ്ടംപോലെ ഈ പറയുന്ന യൂട്യൂബ് ചാനൽസ് ആണെങ്കിലും ശരി, കണ്ടൻറ് ക്രിയേറ്റേഴ്സ് നിറയെ വന്നത് കൊണ്ട് പലപ്പോഴും ഈ പറയുന്ന പോലെ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ കുറച്ചും കൂടി കൂടുതലാണ്. പഴയതിനെ അപേക്ഷിച്ച് ഇപ്പോൾ കുറച്ച് കൂടുതലാണ്.
പക്ഷെ എല്ലാവർക്കും അങ്ങനെ ഈ പറയുന്ന എഡ്യൂക്കേഷൻ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. കാരണം എത്ര പേര് ഇതൊക്കെ കാണുന്നുണ്ട്, എത്ര പേര് ഇത്തരം വീഡിയോസ് ഷെയർ ചെയ്യുന്നുണ്ട്, അതിൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ അനുസരിച്ചിട്ടാണ് ഈ പറയുന്ന ഇൻഫർമേഷൻ, ഈ പറയുന്ന നോളജ് പറഞ്ഞു വരുന്നത്. ഫിനാൻസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഈ പറയുന്ന തെറ്റിദ്ധാരണകൾ, കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പണം എന്ന് പറയുന്നത് ചെകുത്താനാണ്, ആ പണത്തിൻ്റെ പിന്നാലെ നമ്മൾ പോകരുത്, ഇങ്ങനെ കുറേ മിത്തുകൾ, കുറേ തെറ്റിദ്ധാരണകൾ, കുറേ അന്ധവിശ്വാസങ്ങൾ, ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ട്. അറിയാത്ത കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. എങ്ങനെ? അതായത് നല്ല അറിവുള്ള ആളുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, മെൻറ്റേഴ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. മീൻസ് നമ്മൾ നമ്മളിൽ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നമ്മൾക്ക് അറിവുകൾ നേടണം. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊഫഷണൽ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള, ഒരു എക്സലൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കണം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് തരേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഈ പറയുന്ന തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി ഒരു നല്ല ബജറ്റ് ഇട്ട് അതിനനുസരിച്ച് ജീവിച്ചു പോവുകയാണെങ്കിൽ ജീവിതം ഒരുപാട് ഹാപ്പി ആയിരിക്കും. പണത്തിൻ്റെ കാര്യത്തിലുള്ള സമാധാനത്തിന് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് മാറ്റി നിർത്താനേ പറ്റില്ല. കണ്ടിട്ടില്ലേ, ഒരുപാട് പണമുള്ള ആൾക്കാർ ടെൻഷൻ അടിക്കുന്നത് കാണാം, ഒട്ടും പൈസ ഇല്ലാത്ത ആൾക്കാർ ചിലപ്പോൾ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതും കാണാൻ പറ്റും. മാനസികമായിട്ട് മൈൻഡ് സെറ്റാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം, അല്ലെങ്കിൽ ഏറ്റവും ബേസ് എന്ന് പറയുന്നത്, റൂട്ട് ലെവൽ എന്ന് പറയുന്നത് മൈൻഡ് സെറ്റ് തന്നെയാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ, അവിടെ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ, അവിടെ എന്തെങ്കിലും മണ്ടത്തരങ്ങൾ ആണ് ഫോളോ ചെയ്ത് ഇത്രയും കാലം കൊണ്ടുവന്നത് എങ്കിൽ അത് ഇനിയും അത് ആവർത്തിക്കരുത്. ആ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ നമുക്ക് നിർത്തേണ്ട സമയമായിരിക്കുന്നു. ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു 5-8 റൂൾസിനകത്ത് ഏത് റൂളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റൂൾ ഏതാണ്? നിങ്ങൾക്ക് ഏറ്റവും കൺവിൻസ്ഡ് ആയിട്ടുള്ള റൂൾ ഏതാണ്?